മക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടാണ് ടീച്ചർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അരുണിമ മിസ് ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാ കാലവും നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കുക. പരീക്ഷയാകുന്ന സമയത്ത് സാധാരണയേക്കാൾ ടെൻഷനും വെപ്രാളവും ഒക്കെ അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടീച്ചർ പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പരീക്ഷയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ തുടക്കത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത് അവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി എപ്പോൾ പരീക്ഷ എന്ന് കേട്ട് കഴിഞ്ഞാലും ഇല്ലാത്ത ആദ്യവും വെപ്രാളവുമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ തുടക്ക ക്ലാസ്സുകളിലെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് സമാധാനം നമുക്ക് തരും. പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലേ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷകൾ നടത്താറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നിലുള്ളത് ഓണപ്പരീക്ഷയാണ്. വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലേ ഏറ്റവും ലേറ്റായിട്ട് പഠിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാലോചിച്ച് നിങ്ങൾ തന്നെ ഒരു പ്ലാൻ സെറ്റാക്കിയിട്ടുണ്ടാവും. ഈ പ്ലാനൊക്കെ സെറ്റാക്കി ഇരിക്കുന്ന ആളുകളോട് മിസ് ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും അവസാനം പഠിക്കാനിരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളത് ശീലിച്ചു തുടങ്ങിയാൽ ഇനിയിപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ ഇത് തന്നെയാണ് ആവർത്തിച്ച് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ എന്തൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ അതൊക്കെ ബ്രേക്ക് ചെയ്യുക. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ ഒരു ടൈം ടേബിൾ ഉണ്ട് അല്ലേ? ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ബുക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആ ടൈം ടേബിളിനനുസരിച്ചായിരിക്കും. എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യം? അതായത് നമുക്കൊരു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇതേ ടൈം ടേബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണമെന്ന് ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായോ? അതായത് ഇപ്രാവശ്യം ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഏതാണ് ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ഏതാണ് എളുപ്പമുള്ള സബ്ജക്റ്റ് എന്നൊക്കെ. ഈ എളുപ്പമുള്ള സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം വീണ്ടും മാറ്റി വെക്കുകയാണെങ്കിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്നും ടഫായി നിൽക്കുകയും എളുപ്പമുള്ള സബ്ജക്റ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. നമുക്കതാണോ വേണ്ടത്? അല്ല. നമുക്ക് എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് ആവശ്യമുണ്ടെങ്കിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ സമയം കൊടുക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ ഏതിന് കൊടുക്കണം? ഏറ്റവും ടഫായ സബ്ജക്റ്റിന് കൊടുക്കണം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്രമത്തിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇനിയിപ്പം ടൈം ടേബിളിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം കൊടുക്കാം. പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ആ ടഫായിട്ടുള്ള സബ്ജക്റ്റും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക. അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക സൈലത്തിൻ്റെ ചാനൽസ് തന്നെയായിരിക്കും. ഒരുപാട് കോണ്ടന്റ് വീഡിയോകൾ, ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇതിനാണ് മോക്ക് എക്സാം, അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ്, ഇതേപോലെ തന്നെ റിവിഷൻ സീരീസുകൾ, ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. സൈലത്തിൻ്റെ ബാച്ചുകളിലുള്ള മക്കളാണെങ്കിൽ നമ്മൾ ഓരോ ആളുകൾക്കും അല്ലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ സ്വയം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒറ്റ കുടക്കീഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ട്യൂഷൻ ബാച്ചുകൾ നമുക്കുള്ളത്. നമ്മളുടെ ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ QR കോഡിലോ ഒക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് മുതലേ നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. എന്നും പരീക്ഷയെ പേടിച്ച് ടെൻഷനായി പഠിച്ചതും കൂടെ മറന്നു പോകുന്ന വിദ്യാർത്ഥികളാവണോ, അതോ പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായിട്ട് കോൺഫിഡൻറ്റോടു കൂടി അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളായി മാറണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.